കോക്രോച്ചിനെ, തങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നിനെ, അതിനെ തങ്ങളുടെ ഷെൽ കവചമാക്കി മാറ്റി അതേ പേരുകൊണ്ട് അതേ പാറ്റകളെ കൊണ്ട് സ്വയം പേര് സ്വീകരിച്ച് ഒരു നവീനമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു കവചം ഉണ്ടാക്കി അവർ അതിൽ സക്സസ്ഫുൾ ആയി. പന പോലെയാണ് ദുഷ്ടൻ വീഴുക എന്ന് പറയും. അപ്പൊ ഈ വലിയ വൻമരങ്ങളൊക്കെ വീഴുന്നത് ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടാവും. അപ്പൊ അത് അടിയിൽ സ്വയം ദ്രവിച്ചു പോകുന്നൊരവസ്ഥ സ്വയം മനസ്സിലാക്കാൻ ഒരു മെക്കാനിസം അതിനുള്ളിൽ ഇല്ലെങ്കിൽ, ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഈ സാധനം തകർന്നു പോകും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് കോക്രോച്ചുകളുടെ നിർമ്മാണം. ഈ കോക്രോച്ചുകളുടെ സാധനം വെച്ചാൽ തല വേർപെട്ട് പോയാൽ പിന്നെയും ആഴ്ചകളോളം അത് ജീവിച്ചിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരോധിച്ചു, കട്ട് ചെയ്യപ്പെട്ടു, ഇന്റർനെറ്റ് കട്ട് ചെയ്യപ്പെട്ടു. എന്നിട്ടും അവർ സ്വന്തമായിട്ട് ആപ്ലിക്കേഷനൊക്കെ അതേ സമയത്ത് അങ്ങനെ ഉണ്ടാക്കുകയാണ്. കാരണം അവരുടെ കയ്യിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തന്നെ പാറ്റകളുടെ മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. പാറ്റകൾ സ്വയം ഉരുത്തിരിഞ്ഞ് സ്വന്തം പേര് സ്വീകരിച്ച് അവർ കടുത്ത പുറന്തോടിൽ അവർ അതിശക്തമായ മുന്നേറ്റം നടത്തുകയാണ്. റോബിൻജി നമസ്കാരം. നമസ്കാരം. പാറ്റകൾ ശരിക്കും ഒരു അതിശയമാണ്. കുറച്ച് നാള് ഇന്ത്യയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിച്ചു, പ്രത്യേകിച്ചും BJPയും കേന്ദ്ര സർക്കാരിനൊക്കെ. പക്ഷേ വെറും 3 മാസം കൊണ്ടാണ് പാറ്റകൾ രൂപപ്പെട്ടത്. അവർക്ക് കുറെ അധികം ആളുകളെ മൊബിലൈസ് ചെയ്യാൻ പറ്റി. അവരുടെ സമരം അവർക്ക് വിജയിപ്പിക്കാനും പറ്റി. ഇതൊരു നിസ്സാരപ്പെട്ടുള്ളൊരു കാര്യമല്ല. ഒരിക്കലല്ല. എങ്ങനെയാണ് അവർക്കിത് പറ്റിയത്? അവരുടെ ഒരു സ്ട്രക്ചറും അവർ ഫോം ചെയ്ത രീതിയൊക്കെ ഞാൻ അതിനേക്കാൾ ഉപരിയായിട്ട് അതെങ്ങനെയാണത് രൂപീകരിക്കപ്പെട്ടതെന്നും അതിൻ്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിച്ചതെന്നും എന്നതിനേക്കാൾ അപ്പുറത്ത് അതിനൊരു സോഷ്യോ ആംഗിളിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അതിനൊരു സാമൂഹിക പശ്ചാത്തലം, അങ്ങനെ ഒന്ന് ഉയർന്നു വന്നതിൻ്റെ സാമൂഹിക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അസംതൃപ്തരായ ഏതാണ്ട് 20 ലക്ഷത്തോളം, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ് അല്ലേ, 20 ലക്ഷം കുടുംബങ്ങൾ, കുട്ടികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ അസംതൃപ്തി, തങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നും തങ്ങളെ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ, ഭരണകൂടത്തെ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഒരു സിസ്റ്റം, ആ സിസ്റ്റം തങ്ങളെ വഞ്ചിക്കുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണല്ലോ അവർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ആ തോന്നലിൽ നിന്ന് അവർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ചെറിയ രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ പതുക്കെ വഴിമാറി അതെവിടെയും എത്തുന്നില്ല, ഇത്തരം കാര്യങ്ങളൊന്നും എവിടെ എത്തുന്നില്ല എന്ന തോന്നലിൽ നിന്നും അത് വളരെ മാതൃകാപരമായിട്ടുള്ള മറ്റൊന്നിലേക്ക് മാറി. ഇപ്പം പരാമർശിക്കപ്പെടുന്ന എതിരാളികളൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അതിനിടയിൽ അപശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നത്. ചില നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരിക്കാം. കാരണം അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്തരം ഈ വിധ്വംസക ശക്തികൾ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. ആത്യന്തികമായിട്ട് ഞാനിതിനെ നോക്കിക്കാണുന്നത് അസാധാരണമായിട്ടുള്ളൊരു വിജയമായിട്ടാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളെ സ്റ്റേറ്റ് ഒരുപക്ഷെ അത് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ നമുക്ക് കേരളത്തിലെ അവസ്ഥ തന്നെ അറിയാം. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷം ഭരിച്ചപ്പോൾ ആ 10 വർഷത്തെ തുടർച്ചയായ ഭരണമാണ് സത്യത്തിൽ അവരെ ഒരു ഡിസ്ട്രക്ഷൻ മോഡിലേക്ക്, ഒരു സ്വയം ഡിസ്ട്രക്ഷൻ മോഡിലേക്ക് മാറ്റിയത്. ഒരു സ്വയം നശീകരണ സ്വഭാവം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് AKG പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായ പ്രസ്താവനയാണ്. നിങ്ങളൊരു MP ആയി നിങ്ങൾ ഡൽഹിയിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ ലഭിച്ചാൽ എത്ര നല്ല മനുഷ്യരാണെങ്കിലും നിങ്ങൾ ദുഷിച്ചു പോകും എന്നത് ഒരു മുന്നറിയിപ്പാണ് അല്ലേ. ഏത് കാലത്ത് AKG പറഞ്ഞതാണ്, മഹാനായ AKG. അപ്പോൾ അത് എല്ലാ തരത്തിലും ഈ ഒരു സ്വയം മെക്കാനിസം ഉണ്ടാവും. അതൊരു വളർച്ച, പ്രസ്ഥാനമായാലും വ്യക്തിയായാലും വളർച്ച മുകളിലേക്ക് ഉള്ളതുപോലെ തന്നെ വളർച്ച താഴേക്കുമുണ്ട്, അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വളർച്ചയെ, മുകളിലേക്കുള്ള വളർച്ച മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഇപ്പൊ പ്രകൃതിയിൽ അതിഗംഭീരമായിട്ടൊരു ഉദാഹരണമുണ്ട്. പന എന്ന് പറഞ്ഞ വൃക്ഷമുണ്ടല്ലോ, പനമരം. ഈ പന എന്ന് പറഞ്ഞ മരം അത് ഉയർന്നു പൊങ്ങി, ഇപ്പോൾ കാളിപ്പനയും പിന്നെ അല്ലാത്ത പനയുണ്ട്, പുരുഷപനയുണ്ട്. അപ്പോൾ അതിനകത്ത് കാളിപ്പനയാണല്ലോ നമ്മൾ ചെത്താൻ എടുക്കുന്നത് അല്ലെ, കള്ളി ചെത്താൻ ഉപയോഗിക്കുന്നത് അല്ലെ, കാളിപ്പനയാണ്. അപ്പൊ കാളിപ്പനയിലെ കള്ളൊക്കെ ചെത്താൻ ഉപയോഗിച്ചത് വലിയ വളർന്നിങ്ങനെ നിന്നിട്ട് ഈ പനയുടെ വീഴ്ച അറിയാമോ എങ്ങനെയാണെന്ന്? പനയുടെ വീഴ്ച വളരെ രസകരമാണ്. പ്രകൃതി നൽകുന്ന നല്ല അതിഗംഭീരമായ പാഠമാണ് അത്. പനയുടെ വീഴ്ച പന പോലെ വളരുന്നു എന്നാണ്. അപ്പോൾ ഈ പന പോലെ വളർന്നിട്ട് ഇതിങ്ങനെ വളർന്നു നിൽക്കുമ്പം ഈ പനയുടെ വേരുകൾ ദ്രവിക്കുന്നത് പുറമേന്ന് കാണാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് പുറമേന്ന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മരത്തിന്റെ വേരുകൾ ദ്രവിക്കുന്നത് നമുക്ക് പുറമേന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. പനയിൽ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റില്ല. കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന പറയുന്ന ആ പ്രയോഗമില്ലേ, അതുപോലെ ഇവിടെ മണ്ണൊക്കെ ഉണ്ടാവും, വേര് ഉണ്ടാവില്ല. വേര് ദ്രവിച്ച് അന്ന് രാവിലെ കൂടി ഈ പന ചെത്തുന്ന ഈ ചെത്തുകാരൻ
അതിൻ്റെ മുകളിൽ കയറി ആ പനയിൽ മുകളിൽ കയറിയിട്ട് ഇപ്പോൾ പനയെത്താൻ ഇങ്ങനെ പരസ്പരം പിന്നെ ചെറിയ റോപ്പ് വേ പോലെ ഇങ്ങനെ നാടൻ പരിപാടികളൊക്കെ ഒരു പനയിൽ നിന്നും മറ്റു പനയിലേക്കൊക്കെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു ലക്ഷണവും പുറത്ത് കാണിക്കാതെ അങ്ങനെ നിൽക്കുന്ന ഈ പന നല്ലൊരു ഫൈൻ മോർണിംഗിൽ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് നല്ല തെളിഞ്ഞ ഒരു പകലില് പൊടുന്നനെ ആയിരിക്കും വീഴുക. ഒരാളും മനസ്സിലാക്കാത്ത രീതിയിൽ പൊടുന്നനെ. ഈ പൊടുന്നനെ വീഴുന്നത് മാത്രമല്ല, ഈ വീഴ്ചയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഈ പനയുടെ കംപ്ലീറ്റ് സൈഡിലുള്ള മരങ്ങളെ മുഴുവൻ, ചെറു മരങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണാക്കി കളയുന്നത്. താഴെ വീഴുന്ന പനയുടെ സ്ഥിതി അറിയോ? പെറുക്കിയെടുക്കാൻ പോലും കിട്ടാത്ത രീതിയിൽ ചെതറിപ്പോകും. അപ്പൊ ഇതാണ് ദുഷ്ടന്റെ വീഴ്ച എന്ന് പറയുന്നത്. പന പോലെയാണ് ദുഷ്ടൻ വീഴുക എന്ന് പറയും. അപ്പൊ ഈ വലിയ വൻമരങ്ങളൊക്കെ വീഴുന്നത് ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടാവും. അപ്പൊ അത് അടിയിൽ സ്വയം ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥ സ്വയം മനസ്സിലാക്കാൻ ഒരു മെക്കാനിസം അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ, ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ, സിസ്റ്റം തിങ്കിങ് എന്നാണ് പറയുക, ആ സിസ്റ്റം അതിൻ്റെ ഉള്ളിലില്ലെങ്കിൽ അത് ഒരു വ്യക്തിയായാലും ശരി, ഒരു പിന്നെ എന്താ പറയുക, ഒരു ബിസിനസ് സ്ഥാപനമായാലും ശരി, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ശരി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ശരി, ഈ സാധനം തകർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഒരിക്കലും ഞാൻ അതിനെ മോശമായിട്ടൊന്നും പറയില്ല. അത് എൻ്റെ ഒരു ഏർപ്പാടല്ല അത്. അതിനകത്ത് നല്ലതും ചീത്തയുമായിട്ടുള്ള നിലപാടുകളുണ്ട്, പൊളിറ്റിക്കൽ നിലപാടുകളുണ്ട്, മറ്റു പലതുമുണ്ട്. അപ്പം എല്ലാവരും നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ നല്ലത് നോക്കാം. പക്ഷെ എങ്കിൽ പോലും ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ചില എറേഴ്സ്, ചില ക്യാൻസർ പോലെ വളരുന്ന ചില എററുകളുണ്ട്. ആ എററുകൾ ഈ പറയുന്ന ഇന്ത്യയിലെ 60% വരുന്ന യുവജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് നമുക്കിന്ന് പ്രകൃതിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ഡിനോസറുകളെക്കാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ മെക്കാനിസം, ഒരു ബയോളജിക്കൽ മെക്കാനിസത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ജീവികളാണ് പാറ്റകൾ എന്ന് പറയുന്നത്, കോക്രോച്ച് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിന്റെ ഒരു രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ 1886 ഞാൻ അതിന്റെ ഒരു നോട്ട് തന്നെ എൻ്റെ കയ്യിലുണ്ട്. രണ്ട് ബ്രിട്ടീഷ് പിന്നെ ജന്തുശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അവര് എഴുതിയ പുസ്തകമാണ്. അവരുടെ പേരെന്ന് വെച്ചാൽ എൽസി മിയാളും ആൽഫ്രഡ് ഡെനിയും ചേർന്നാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് ദ സ്ട്രക്ചർ ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് ദ കോക്രോച്ച് എന്നാണ്. ഒരു കോക്രോച്ചിന്റെ ലൈഫ് ഹിസ്റ്ററിയും സ്ട്രക്ചറും എന്താണെന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് കോക്രോച്ചുകളുടെ എന്ന് പറയുന്നത്. ഈ കോക്രോച്ചുകളുടെ സാധനം എന്ന് വെച്ചാൽ തല വേർപെട്ട് പോയാൽ പിന്നെയും ആഴ്ചകളോളം അത് ജീവിച്ചിരിക്കും. അപ്പൊ വേർപെട്ട തലയിൽ നിന്നും അത് ആഴ്ചകളോളം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴും അതിന് ജീവന്റെ തുടിപ്പുണ്ടാവും. അതായത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നോക്കിയ ഈ പിള്ളേരെ പവർ ഓഫ് വേർഡ്സ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. വാക്കുകളുടെ ശക്തി. സൂര്യകാന്തിന്റെ വാക്കിൽ നിന്ന് സംഭവിച്ച ഒരു എറർ അതാണ് ഇത്രയും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് മാറിയത്. അത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊരു ബട്ടർഫ്ലൈ എഫക്റ്റാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവുന്ന ഒരു ചെറു പൂമ്പാറ്റ ചലനം മറ്റൊരിടത്ത് അത് കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് പറയുന്നത്. അപ്പം ചിന്തകളും ഇങ്ങനെ തന്നെയാണ്. ചിന്ത ഒരു ബട്ടർഫ്ലൈ എഫക്റ്റാണ്. അതുകൊണ്ടാണല്ലോ കാൾ മാർക്സിന്റെ ഇംഗ്ലണ്ടിൽ ഇരുന്നുള്ള ലൈബ്രറികളിൽ നിന്ന് ഉള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ, ആ ചിന്തകൾ എങ്ങനെയാണ് ലോകം മുമ്പ് വ്യാപിച്ചത്, എങ്ങനെയാണ് കൃഷ്ണന്റേത്, എങ്ങനെയാണ് മുഹമ്മദിന്റേത്, എല്ലാ ടീച്ചേഴ്സിന്റെയും അത്തരത്തിലാണ്. അത് ബട്ടർഫ്ലൈ എഫക്റ്റാണ്. പിന്നീട് അത് ചിന്താ കൊടുങ്കാറ്റായി മാറും. അപ്പൊ വാക്കുകൾ ഇതുപോലെ തന്നെയാണ്. ആ വാക്കുകൾ ഉണ്ടാക്കിയ അനുരണങ്ങൾ അത് നെഗറ്റീവായിട്ട് പടർന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഉയർത്തെഴുന്നേറ്റ പാറ്റകൾ എന്നുള്ള അർത്ഥഗർഭമായ രീതിയിലാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അറിഞ്ഞോ അറിയാതെ പ്രയോഗിച്ചു. ആ പാറ്റകളിൽ നിന്ന് പുതിയ ചില പാറ്റകൾ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അവരതിനെ സ്വീകരിച്ചു. ഇതിന് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇത് നിരീക്ഷിച്ചിരുന്നു. അതായത് ഈ നമ്മുടെ തലമുറയിൽപ്പെട്ട ഈ പുതിയ കുട്ടികളില്ലേ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ക്വാളിറ്റികളുള്ള ആളുകളാട്ടോ ഇവർ. ഇവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനാണെന്നറിയാം? ഈ കൂറയാണ്, പാറ്റ എന്ന് പറയുന്ന ഈ സാധനത്തിന്, കോക്രോച്ചിനെയാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഭയങ്കര പേടിയാണ്. അപ്പൊ അവര് ഇതിന്റെ ഒരു ഷെൽ ലൈഫുണ്ട്. ഈ പാറ്റകളുടെ ഷെൽ ലൈഫ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഷെൽ എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായ കവചമാണ്. ഈ പാറ്റകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഒരു കാറ്റോ അല്ലെങ്കിൽ കൊടുങ്കാറ്റിന്റെ എന്തെങ്കിലും സൂചനയോ എന്തെങ്കിലും കിട്ടി ആദ്യം സെൻസ് ചെയ്യുന്നവരാ. പറന്നു കളയും.
അപ്പം രക്ഷപ്പെടും. ചെറിയ സാധനം പോലും പിടിക്കാൻ പറ്റും. ചെറിയ സാധനം പോലും പിടിക്കാൻ പറ്റും. ലോകത്തുള്ള എന്ത് സാധനത്തിനും കല്ലിനെ വരെ തിന്നും. ഇതിനെ മലർത്തിയിട്ടാൽ മാത്രമേ ചത്തുകൊള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അടിച്ചു കൊല്ലാൻ നോക്കിയാൽ പോലും എണീറ്റ് പോകും. ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇത്രയേ ഉള്ളൂ സാധനം എന്നൊക്കെ പറയും. അത് പറന്നു പോകും. അത്ര സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ലോകത്തിലെ ഈ യുവജനങ്ങൾക്ക്, നമ്മുടെ ഈ 60% വരുന്ന ഈ യുവജനതയുണ്ടല്ലോ, അതിലൊരു നല്ല ശതമാനം ഈ കോക്രോച്ച് ഫോബിയ ഉള്ള ആളുകളാണ്. കോക്രോച്ചിനെ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ കോക്രോച്ചിനെ കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലേ? കോക്രോച്ചിനെ കൊല്ലാൻ നമ്മൾ ഹിറ്റ് അടിക്കും. അപ്പം രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ എൻ്റെ മുടിയൊക്കെ തിന്നുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇത് എവിടെയായാലും, ഏത് മുറിയിലായാലും ഇത് വന്നിട്ട് ശരീരത്തിൽ കൂടെ ഇങ്ങനെ ഇഴഞ്ഞു കയറി നടക്കും കോക്രോച്ചൊക്കെ. പ്രത്യേകിച്ച് നഗരങ്ങളിൽ വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെ പേടിക്കേണ്ട, ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആകെ പേടിച്ചു. അപ്പം ഇങ്ങനെയുള്ള ഈ കോക്രോച്ചിനെ തങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നിനെ, അതിനെ തങ്ങളുടെ ഷെൽ കവചമാക്കി മാറ്റി അതേ പേരുകൊണ്ട്, അതേ പാറ്റകളെ കൊണ്ട് സ്വയം പേര് സ്വീകരിച്ച് ഒരു നവീനമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു കവചം ഉണ്ടാക്കി അവരതിൽ സക്സസ്ഫുൾ ആയി ഒരു സിസ്റ്റത്തോട് എതിരിട്ടു എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. വെറും ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അതാണ്. അത് ആരാലും ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു സാധനമാണെന്നൊക്കെ കോൺട്രവേഴ്സി ഒക്കെ ധാരാളം കിടക്കുന്നു. പക്ഷെ നമുക്കിങ്ങനെ നോക്കി കാണുമ്പോൾ ഇത് വളരെ മാതൃകാപരമായിരുന്നു. ആ കുട്ടികളെ തന്നെ നോക്കി എനിക്കതിനകത്ത് തോന്നിയ ഒരു കാര്യം വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പുതിയ കാലത്തിൻ്റെ ഈ ആളുകൾ, കുട്ടികൾ, അവർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവർ പരദൂഷണം നടത്താറില്ല. അവർ മറ്റുള്ള ആളുകളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാറില്ല. നമ്മളൊക്കെ മുതിർന്ന ആളുകളെ പോലെ മറ്റുള്ളവരുടെ പോയിട്ട് അഡ്വൈസ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ നടത്താറില്ല. പക്ഷെ അവർക്ക് ഒട്ടും അഡ്വൈസ് ഇഷ്ടമല്ല. അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷെ അവർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. സൗഹൃദത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും വേണമെങ്കിൽ പോകും. ഇത് അവരുടെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് അവർ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓർഡർ ചെയ്യുകയാണ്. അപ്പം എൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, 5000 രൂപയുടെ ഭക്ഷണമാണ് ബാംഗ്ലൂരിൽ നിന്ന് അവൻ്റെ ഒരു ഫ്രണ്ട് അവിടേക്ക് ഓർഡർ ചെയ്തത്, സ്വിഗ്ഗി സൊമാറ്റോ മുഖേന. അപ്പം അതെല്ലാം വന്നിട്ട് കുമിഞ്ഞു കൂടിയ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരെങ്ങനെയാണ്? അപ്പോൾ വന്ന പോലീസുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ നേരെ വന്ദേമാതരം പാടുന്നു, ജനഗണമന പാടുന്നു എന്നൊക്കെ പറയുന്ന ഒട്ടും അക്രമാസക്തമല്ലാത്ത, മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമര രീതികൾ. അതിനൊരു അഗ്രസീവ് നേച്ചറിൽ നിന്ന് നേരെ അസർട്ടീവ് നേച്ചറിലേക്ക് ഈ പുതിയ തലമുറ മാറിയിട്ട് അവരങ്ങനെ പ്രകടിപ്പിക്കുന്നു. അതിനൊരു യൂണിറ്റി ഉണ്ടാവുന്നു. ഈ ഫുഡ് മുഴുവൻ വന്നപ്പോൾ നമുക്ക് തോന്നിയ ആശങ്ക എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ തെരുവുകൾ മുഴുവൻ വൃത്തികേടാക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ലേ? പക്ഷെ അവരെന്താ ചെയ്തത്? മാതൃകാപരമായിട്ട് വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ് വീഡിയോ ആണ്. കഴിഞ്ഞ 2-3-4 ദിവസത്തെ ട്രെൻഡിങ് വീഡിയോ ആണ്. എല്ലാ ഭാഷകളിലും അവർ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഞാനത് കണ്ടിരുന്നു. അത് ക്യൂ നിന്നിട്ട് വളരെ മാതൃകാപരമായി എടുത്ത് കൊടുത്ത് അതെല്ലാം കൊണ്ട് കൃത്യമായി പാക്ക് ചെയ്ത് അത് ചുവന്ന് കൊണ്ടുപോയി തങ്ങൾ നടത്തിയ ആ ഒരു സാധനത്തിനെ അവർ ക്ലീൻ ആക്കി. അങ്ങനെ നടന്നിട്ട് പോലുമില്ല അവിടെ. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുവെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇത് പാറ്റകൾ രൂപപ്പെടാൻ ഒരു സോഷ്യൽ ഫിനോമിനയുണ്ട്. ആ സോഷ്യൽ ഫിനോമിന എന്താണെന്നാണ് റോബിൻജി ഇപ്പം പറഞ്ഞത്. നമ്മുടെ നാട്ടില് നിരവധി സംഘടനകളുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. 200-300 പോലും ആളുകളെ ഇപ്പോഴും സംഘടിപ്പിക്കാൻ പറ്റാതെ എന്നിട്ടും ഇപ്പോഴും പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അവർക്ക് ഈ പാറ്റകളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഗൗതം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തൊരു യൂട്യൂബർ, മലയാളത്തിലെ പ്രമുഖ യൂട്യൂബറാണ്, അദ്ദേഹം പറഞ്ഞ ഈ പാറ്റകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, നമ്മൾ മലബാറിൽ നിന്ന് വരുന്ന ആളുകളാണ് രണ്ടുപേരും. അപ്പോൾ കോഴിക്കോട് ജില്ലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കർഷക പ്രസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മുതിർന്ന നേതാവ് വെച്ചാൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വലിയൊരു കർഷക കൂട്ടായ്മയാണ്. പക്ഷെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആള് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഭയമാണ്. അണികളുണ്ട്, പക്ഷെ നമ്മൾ ഡൽഹിയിലെ പോലെ പഞ്ചാബിലെ പോലെ കർഷക സമരങ്ങൾ പോലെ ഒരു മൂവ്മെന്റ് ഇവിടുന്ന് ഉണ്ടാക്കാൻ ഇവർക്ക് ഭയമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു തലമുറ ചെയ്യുന്നത് പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അകത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ വരുന്നില്ല. അപ്പൊ എനിക്കെന്തോ നഷ്ടപ്പെടാനുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ചിലത് എനിക്ക് നഷ്ടപ്പെട്ടു പോകും. എൻ്റെ പേരിൽ കേസുണ്ടാവും. പിള്ളേർ മുഴുവൻ വന്നത് മുഴുവൻ ഇത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ വന്ന് എൻ്റെ പേരിൽ കേസുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ ഇതിവിടെ കൊണ്ട് തീരാൻ പോകുന്നുണ്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ അവസാനിക്കണം. ഇവിടെ എല്ലാവരും വേണം.
എല്ലാവരും വേണം, ഇതൊക്കെ സ്വാഭാവികം നടക്കുന്നതാണ്, കക്ഷി ചേരും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളെ പ്രസ്ഥാനങ്ങളൊക്കെ ആലോചിക്കേണ്ടത് കൺവെൻഷൻ രീതിയിലുള്ള ഈ സമരമുറകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ കാലത്തിൻ്റെ രീതിയിലേക്ക് മുന്നേറേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളാണ് ആണെങ്കിലും ശരി, ആരാണ് ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ വോട്ടേഴ്സ്? ഈ പറയുന്ന 60%. അവരല്ലേ തീരുമാനിക്കേണ്ടത്? ആർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് എന്താ? നോൺ പൊളിറ്റിക്കൽ നിലപാടാണ് ഇവർക്കെല്ലാം ഉണ്ടാകും, ഒരു താല്പര്യവും അവർക്ക് ഇല്ല എന്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കണ്ടോ, താല്പര്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അത് തന്നെയാണ് പൊളിറ്റിക്സ്. അതാണ് അവരുടെ പൊളിറ്റിക്സ്. രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രത്തോടുള്ള താല്പര്യം. പാർട്ടികൾ ചെയ്ത ഒരു വലിയ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ഈ പൊളിറ്റിക്സുമായിട്ട് ഡിസെൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു കുറെ യുവത്വം ഉണ്ടായിരുന്നു. അവരെ തിരിച്ച് ഇതിലേക്ക് ഡിസഗ്രി ചെയ്തിരുന്ന, ശരിയാ, അവരെ മുഴുവൻ തനിയെ തിരിച്ചു വന്നു, പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വന്നു. അതായത് നേഷനെ പറ്റിയിട്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവരെ കുറച്ചും കൂടി അവെയർ ആക്കി. അംബേദ്കറെ ഉയർത്തി കാണിച്ചുകൊണ്ട്, അംബേദ്കർ ആരാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാത്ത ആളുകൾ അംബേദ്കറെ ഉയർത്തി കാണിച്ചുകൊണ്ട് അംബേദ്കറെ കുറിച്ച് സംസാരിക്കുന്നു, അംബേദ്കറെ പഠിക്കുന്നു, അംബേദ്കറുടെ മന്ത്രങ്ങൾ ഉരുവിടുന്നു എന്ന് പറയുന്നത് എന്തൊരു വലിയ ചേഞ്ചാണ്, ഇല്ലേ? തീർച്ചയായിട്ടും ആ ചേഞ്ച് നമ്മുടെ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളൊക്കെ അതൊക്കെ മാറ്റി പണിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രീതികൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പുതിയ അപ്രോച്ചുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ പറയുന്നത് നമ്മുടെ സമരമുറകൾ അക്രമ രീതിയിലുള്ള അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ ആളുകളെ ബലി കൊടുക്കുക, ബലിദാനികളാക്കുക, അല്ലെങ്കിൽ രക്തസാക്ഷികളാക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പലതും ഉയർന്നു വന്നത് അങ്ങനെയാണ്. അതാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാറേണ്ടിയിരിക്കുന്നു. ജനകീയ സമരങ്ങൾ തീർച്ചയായിട്ടും രൂപപ്പെടേണ്ടതുണ്ട്. ഇവരിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല. അതെ, പൊളിറ്റിക്സ് ഇല്ല എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പൊളിറ്റിക്കൽ കളറും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ കൂടിച്ചേരാൻ പറ്റും, ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ട്. അതെ, ഇനി അത്തരത്തിലുള്ള കോമൺ ഗ്രൗണ്ടുകൾ ലോകമെമ്പാടും പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ നേപ്പാളിൽ കലാപം ഉണ്ടാകുമ്പോൾ, ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായപ്പം, ബംഗ്ലാദേശിലെ കലാപത്തെക്കുറിച്ചൊക്കെയുള്ള പൊളിറ്റിക്കലി വേറെ വർത്തമാനങ്ങളുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയുന്നത് ഉണ്ടാവണം. എനിക്കതിനെക്കുറിച്ച് വേറെ വിരുദ്ധമായ അഭിപ്രായമുള്ളത്. നേപ്പാളിലുണ്ടായ കലാപവും ഈ പറഞ്ഞ പോലെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട കലാപമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടേക്ക് ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടക്കില്ല എന്ന്, അല്ലേ? നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് അങ്ങനെ. ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരോധിച്ചു, കട്ട് ചെയ്യപ്പെട്ടു, ഇന്റർനെറ്റ് കട്ട് ചെയ്യപ്പെട്ടു. എന്നിട്ടും അവർ സ്വന്തമായിട്ട് ആപ്ലിക്കേഷനൊക്കെ അതേ സമയത്ത് അങ്ങനെ ഉണ്ടാക്കുകയാണ്. കാരണം അവരുടെ കയ്യിലാണ് ലോകം. അവരാണ് പുതിയ കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്യേണ്ടവർ. അവരോട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അപേക്ഷയുടെ രൂപത്തിൽ സംസാരിക്കേണ്ടി വന്നത് അവരുടെ കാലത്ത് നിന്നുകൊണ്ട് അവരുടെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ് സംസാരിക്കേണ്ടി വന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്തുകൊണ്ട് പാർട്ടികൾ രൂപപ്പെട്ടു, സിസ്റ്റമിക് ഇറർ. ആ ഇറർ പരിഹരിക്കാനായിട്ടാണ് അവർ ഇററെ കരണ്ട് തിന്നാൻ വേണ്ടി പാർട്ടികളുടെ രൂപത്തിൽ അവർ വന്നു എന്നാണ്. ആ എറർ കരണ്ട് തിന്ന്, അല്ലെങ്കിൽ ആ എറർ പരിഹരിക്കപ്പെട്ടാൽ അവർ അവരുടെ വഴിക്ക് പൊക്കോളും. നമ്മൾ പനയുടെ ഒരു കഥ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭരണാധികാരികൾക്ക് ഈ ഉള്ളിൽ സംഭവിക്കുന്ന ഈ പിഴവ് അല്ലെങ്കിൽ ഈ ക്യാൻസർ സെല്ലുകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇല്ല. ഇപ്പൊ CPM-ന്റെ ഭരണഘടന വളരെ മനോഹരമായിട്ട് ഒരു കാര്യമുണ്ട്. മറ്റൊരു BJP-യുടെയോ കോൺഗ്രസിന്റെയോ ആരുടെയും ഭരണഘടനയിൽ കാണാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. വിമർശനവും സ്വയം വിമർശനവും. സ്വയം സൗന്ദര്യം. അതെ, കളക്റ്റീവായിട്ട് നന്നാവാനെന്ന് പറഞ്ഞു. ഇപ്പൊ ലോകത്ത് കത്തോലിക്ക സഭയിലാണ് ഈ സ്ട്രക്ചർ ഉണ്ടായത്. ആദ്യം ആ കത്തോലിക്ക സഭയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സ്ഥലത്ത് ഒരു പള്ളി പണിയും, ഒരു മിഷണറി വരും ഒരു സ്ഥലത്ത്, വന്നിട്ട് ഒരു സന്ദേശമായിട്ട് വന്നിട്ട് അവിടെ ഒരു പള്ളി പണിയും, ഒരു ആരാധനാ കേന്ദ്രം. ആ ആരാധനാ കേന്ദ്രം പണിതിട്ട് അവിടെ ആളുകളെല്ലാം ഒത്തുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ദൂരെ വേറൊരു ചെറിയൊരു കുരിശുപള്ളി ഉണ്ടാക്കും. ആ കുരിശുപള്ളിയിൽ നിന്ന് അവിടുന്ന് വേറൊരു സാധനം ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരിടത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഒരു ജില്ല ഒരു ഓഫീസ് ഉണ്ടാക്കുന്നു, അവിടുന്ന് ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാക്കുന്നു, മനസ്സിലായില്ലേ? ഏരിയ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാക്കുന്നു, അതിന് ചില വാർഡ് ബൂത്ത് തലത്തിൽ. ഇങ്ങനെ തന്നെ ഈ മോഡലാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്ത് എടുത്തത്. ഈ ഒരു മോഡൽ വളരെ സക്സസ്ഫുൾ മോഡലാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ കത്തോലിക്ക സഭയാണ് ഏറ്റവും കൂടുതൽ ഭൂമി കൈയാളുന്നത് ലോകത്ത്. അവരുടെ ഓൺ ഭൂമി ഏറ്റവും കൂടുതൽ. അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ CPM പോലുള്ള പ്രസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത് കൈയാളുന്നത്, അല്ലേ? ഭൂമി കൈയാളുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരു സ്വയം വളർന്നു വരേണ്ട ഒരു മെക്കാനിസത്തിന് പകരം സ്വയം തളർന്നു പോകുന്ന ഒരു മോഡിലേക്ക് ഈ പ്രസ്ഥാനങ്ങളൊക്കെ മാറിയപ്പോൾ ഉണ്ടായ
ഒരു 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 എഴുന്നേൽക്കലുണ്ട് അതിനെതിരായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ പനയോട് ഉപമിച്ചത്. ആ പനയോട് ഉപമിച്ച ആ തളർച്ചയുടെ ഒരു നല്ല അതിഗംഭീരമായിട്ട് ചിത്രമാണ്. അത് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതുപോലെ CPM പോലുള്ള പ്രസ്ഥാനം വേണം, പ്രതിപക്ഷം ഇവിടെ ശക്തമാവണം. ഇപ്പൊ ഈ പാറ്റ സമരത്തെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നൊരു പ്രധാന കമന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 2 പ്രധാന ഫാസിസ്റ്റ് നേതാക്കളുടെ മുഖത്തേറ്റടിയാണ് എന്നുള്ളത്. ആരുടെയൊക്കെ? ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM സംഭവിച്ച 35 സീറ്റിലേക്ക് പോയി പിണറായി വിജയനുണ്ട്. മറ്റൊന്ന് മോദിയാണ്. അതെ, രണ്ടുപേരുടെയും മുഖത്തേറ്റ അടി എന്ന് നമുക്കൊരു ആംഗിളിൽ പറയാം. അത് എതിരഭിപ്രായങ്ങളുള്ളവരുണ്ട്, ധാരാളമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പാർട്ടി CPM പോലുള്ള ഒരു പ്രസ്ഥാനം ഇപ്പോൾ അത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളും കൂടെ ഉൾപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് എന്ന രീതിയിൽ അത് പറയുന്നുണ്ട്. ഇതൊക്കെ അവകാശങ്ങളൊക്കെ പലർക്കും പറയാനൊക്കെ ഉണ്ടെങ്കിലും ഈ വന്ന പിള്ളേരുടെ ഉദ്ദേശശുദ്ധിയൊക്കെ മനസ്സിലാക്കണം. ഏതാണ്ട് ഒരു 4000-5000 വർഷം മുമ്പ് ഉണ്ടായ ഒരു സ്പീഷീസ്, ആ ഒരു സ്പീഷീസിനെ ഇത്രയും പുരാതനമായിട്ടുള്ള ദിനോസറുകൾക്ക് മുമ്പേ, 5000 അല്ലല്ലോ അല്ലേ, അതിൽ ഏറെ ഉണ്ടാവും. അപ്പോൾ ദിനോസറുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ ഭൂമുഖത്തുണ്ടായിരുന്ന ഒരു സ്പീഷീസ് ഇന്ന് അതിശക്തമായിട്ട് പാറ്റകൾ മുന്നോട്ട് പോകുമ്പം അത് നമ്മളെ മനുഷ്യവർഗത്തിന് തന്നെ, അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തന്നെ പാറ്റകളുടെ മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നു. പാറ്റകൾ സ്വയം ഉരുത്തിരിഞ്ഞ് സ്വന്തം പേര് സ്വീകരിച്ച് അവർ കടുത്ത പുറന്തോടിൽ അവർ അതിശക്തമായി മുന്നേറ്റം നടത്തുകയാണ്. എനിക്ക് അവർ ഇഷ്ടപ്പെടാതിരുന്ന, അവർ ഭയന്നിരുന്ന ഒന്നിനെ അവരുടെ പേരായി സ്വീകരിച്ച്, അവരതൊരു രക്ഷാകവചമായി സ്വീകരിച്ച്, ഒരു പ്രതിരോധ മാർഗമായി സ്വീകരിച്ച് പോയി എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാത്തതിനെ പ്രതിരോധമാക്കി, കവചമാക്കി മാറ്റി. അപ്പം അതൊരു വലിയ ഒരു സംഗതിയാണ്. ഒരു പുതിയ മാർഗം, പുത്തൻ ഒരു ആശയമാണ് നമുക്ക് അവരൊക്കെ കാണിച്ചു തരുന്നത്. അപ്പം വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇന്ത്യയിൽ ഇനിയും ഉണ്ടാവുന്നതാണ്. നമുക്ക് എതിരഭിപ്രായമൊക്കെ നമുക്കിപ്പം ഈ വീഡിയോയിലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ കമൻറ്റുകളൊക്കെ മറ്റു പല രീതിയിലൊക്കെ രേഖപ്പെടുത്തുമായിരിക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഞാനൊരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയ്ക്ക്, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിരീക്ഷിക്കുന്നത്, നമുക്ക് ചുറ്റും ഇനി ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോകത്തെല്ലായിടത്തും ആ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെയും അതുണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് പാറ്റകൾ. ചെറിയതൊന്നല്ല, വലിയ ഉദാഹരണം. ഇതൊരു ചെറിയ ഉദാഹരണമല്ല, ഇതൊരു വലിയ ഉദാഹരണം, വലിയൊരു മൂവ്മെന്റ് അല്ലേ. ആ മൂവ്മെന്റ് ഇപ്പം സൗത്ത് ഇന്ത്യയിലൊക്കെ നോക്കും. ഇപ്പം വിജയൊക്കെ പോലുള്ള ആളുകൾ അതിൽ കക്ഷി ചേരാൻ വേണ്ടി പിന്നെ അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ആ സമയത്ത് വിജയ് പോലുള്ള ഒരാൾ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങിയാൽ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. അത് മുഴുവൻ ലോകത്ത് മുമ്പ് ഉള്ള ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ, ഫാൻസ് മുഴുവൻ ഇറങ്ങും. അത് ഇനിയും സംഭവിച്ചുകൂടെ? ഇപ്പൊ തന്നെ ഡിസ്കഷൻ നടക്കുന്നു. പാർട്ടികളുടെ വലിയൊരു വിജയം എന്ന് പറയുന്നത് BJP നേതാക്കൾക്ക് പോലും അവർക്ക് പിന്തുണ കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവരെ കേൾക്കണം എന്ന്. തീർച്ചയായും മുരളി മനോഹർ ജോഷി, RSS ഒക്കെ അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം. അവരെ പരിഗണിക്കേണ്ടതാണ്. അവരോടുള്ള സമീപനം ഇങ്ങനെ ആവരുത്, കുറച്ച് ക്രൂരമായ രീതിയിൽ അതിന് ഇടപെടേണ്ടി വന്നത് പുനഃപരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ പറയുന്നത്, അത് നല്ലത് തന്നെയാണ്, തിരിച്ചറിയുന്നത് നല്ലതാണ്. ഏതൊരു കാര്യവും നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ, ഒരു തെറ്റുണ്ടായാൽ, അതെന്റെ തെറ്റാണെന്ന് തിരിച്ചറിയാൻ ഒരു പ്രസ്ഥാനത്തിനായാലും കഴിയുക, ലീഡറിന് കഴിയുക എന്നുള്ളത് അത് വലിയ മിടുക്കാണ്. അല്ലെങ്കിൽ പന പോലെ വീഴും, ഉറപ്പായിട്ടും വീഴും. ഞാൻ പറയുന്നത്, ഈ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ രാജ്യത്തിന് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന ഈ ഏത് പ്രസ്താവനവും ഒരു ഡിസ്ട്രക്ഷൻ മോഡിലേക്ക്, സ്വയം ഡിസ്ട്രക്ഷൻ മോഡിലേക്ക് മാറുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും അതിന് മുകളിൽ വളരാനും ഇനിയും പുതിയ കാലത്തിന്റെ പാറ്റകൾ ഉണ്ടാവും. അതായത് സമൂഹത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിലും അത് ഇവോൾവ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പാറ്റ സമരത്തെ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഇനിയും പാറ്റകൾ പറക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ.